പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഹൈക്കോടതി വിധി തന്നെയാണ് ഈ മണിക്കൂറിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്. പാലത്തായി കേസിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി പ്രഥമദൃഷ്ട്യാ തെറ്റെന്ന് വിമർശനം. പത്മരാജൻ മാഷിന്റെ വാദങ്ങൾ ഗൗരവമേറിയതെന്നും തള്ളിക്കളയാനാകില്ലെന്നും ഹൈക്കോടതി. പെൺകുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. പത്മരാജൻ മാഷിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിർണായകമായ നിരീക്ഷണങ്ങൾ ഈ കേസിൽ നടത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവും ജിജീഷ് കരുണാകരനും ഒപ്പം കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ഈ വാർത്തയുടെ സമഗ്ര വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം രേഷ്മ ബാബുവിലേക്കാണ് പോകുന്നത്. രേഷ്മ, ഇന്നലെ രാത്രിയോട് കൂടിയാണല്ലോ കേരള ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായ ഈ വിധി പുറത്തു വരുന്നത്. കാരണം ഈ പാലത്തായി കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ അധ്യാപകനെ കൊടുക്കുവാനുള്ള ശ്രമം ഒരു ഭീകര സംഘടനയുടെ നേതൃത്വത്തിലും ചില മാധ്യമങ്ങളുടെയും നേതൃത്വത്തിലും നടക്കുന്നു എന്ന വിമർശനം ശക്തമായിരുന്നു. അതിനെ ശരിവെക്കുന്ന സംഭവവികാസങ്ങളല്ലേ ഇന്നലെ ഹൈക്കോടതിയിൽ നടന്നത്? രേഷ്മ. അതെ ഗൗതം, പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെയും SDPIയുടെയും ഒരു ഗൂഢാലോചനയുടെ ഇരയായിട്ട് തന്നെ വേണം പത്മരാജൻ മാഷിനെ വിലയിരുത്താനായിട്ട്. കാരണം വലിയ രീതിയിൽ ഈ കേസ് കെട്ടിച്ചമയ്ക്കാനായിട്ടുള്ള ശ്രമം ഈ ഗൂഢസംഘങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ള ഒരു ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആ ആക്ഷേപങ്ങളും ആരോപണങ്ങളും സത്യമാണെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ നിരീക്ഷണമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. പത്മരാജൻ മാഷിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് മാഷിനെ ജാമ്യം നൽകിക്കൊണ്ട് ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ ഏറെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും ഉള്ളത്. അതായത് വിചാരണ കോടതിയുടെ വിധി അത് പ്രഥമദൃഷ്ട്യാ തെറ്റാണെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, പത്മരാജൻ മാഷ് ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ അത് ഗൗരവമേറിയതാണ്, അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുകൂടി സിംഗിൾ ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടിയുടെ അതായത് ഇരയായിട്ടുള്ള പെൺകുട്ടിയുടെ മൊഴികളിൽ വ്യാപകമായിട്ടുള്ള പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളുമുണ്ട്. പലതവണ മൊഴിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ പത്മരാജൻ മാഷ് ഉന്നയിച്ചിട്ടുള്ള വാദഗതികളിൽ കഴമ്പുണ്ട് എന്ന് ഹൈക്കോടതിക്ക് വ്യക്തമാകാനായിട്ടുള്ള ഒരു പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ഒരു കുറ്റകൃത്യം നടന്നുവെന്ന് പറയുന്ന സ്ഥലം അത് സംബന്ധിച്ച് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ടെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും വെവ്വേറെ 2 തവണ അന്വേഷണം നടത്തിയിരുന്നു. ആ 2 സംഘങ്ങളും കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങൾ വ്യത്യസ്തമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ 2 സംഘങ്ങൾ അന്വേഷണം നടത്തിയ വേളയിൽ പത്മരാജൻ മാഷിനെതിരെ പോക്സോ കുറ്റം ചുമത്തുവാൻ തക്ക തെളിവുകളില്ല എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ആ കണ്ടെത്തലുകൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിൽ ഇരയുടെ ഭാഗത്ത് നിന്ന് നിൽക്കുന്നവർ, അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളാണെങ്കിലും SDPIക്കാരാണെങ്കിലും ആ ഗൂഢസംഘം പറയുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ അമ്മ ഈ അന്വേഷണ സംഘത്തെ മാറ്റി മറ്റൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പിന്നീട് തളിപ്പറമ്പ് DYSP ആയിരുന്ന രത്നകുമാറിന് അന്വേഷണ ചുമതല കൈമാറിയ ഘട്ടത്തിലാണ് ഈ വ്യാജമായിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. അത് വിചാരണ കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തെളിവുകളിലൊക്കെ തന്നെ ചില സംശയങ്ങൾ നിഴലിക്കുന്നുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. കാരണം ഈ പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദഗതികൾക്ക് കഴമ്പുണ്ടെന്ന തരത്തിലാണ് ഈ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകളുടെ പൊരുത്തക്കേടുകൾ പറയുന്നത്. എന്തായാലും ഈ വിശദമായിട്ട് തന്നെ അപ്പീലിൽ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് തങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വൈദ്യപരിശോധനയെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ തെളിവുകൾ അതിലും ചില പൊരുത്തക്കേടുകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണക്കാക്കുമ്പോൾ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപാധികളുടെ പശ്ചാത്തലത്തിൽ മാഷിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇനി ഈ അപ്പീലിൽ വിശദമായിട്ട് തന്നെ ഹൈക്കോടതി വാദം കേൾക്കും. പ്രധാനമായിട്ടും അപ്പീലിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ശിക്ഷാവിധി, വിചാരണ കോടതിയുടെ ശിക്ഷാവിധി അപ്പാടെ റദ്ദാക്കണമെന്നുള്ളതാണ്. അതായത് ഗൗതം, ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കാരണം മാഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് തന്നെയാണ്
ഈ പറയുന്ന SDPI പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സംഘത്തെ പ്രകോപിപ്പിച്ചത്. അതിനെ തുടർന്ന് കെട്ടിച്ചമച്ചുകൊണ്ട് ഇത്തരം ഒരു കേസുണ്ടായി. ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി നൽകിയ മൊഴികൾ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എന്ന് ആദ്യത്തെ ലോക്കൽ പോലീസ് സംഘം പറയുകയും ആ പറയുന്ന ലോക്കൽ പോലീസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു ക്ലീൻ ചിറ്റ് പത്മരാജൻ മാഷിന് നൽകുകയും ചെയ്തിരുന്നു. രണ്ടാമത് അന്നത്തെ IG ആയിരുന്ന S. ശ്രീജിത്ത് ഒരു അന്വേഷണം നടത്തി. S. ശ്രീജിത്തിന്റെ അന്വേഷണത്തിലും ഈ പോക്സോ ചുമത്തുവാൻ തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു കണ്ടെത്തൽ. അന്ന് ഈ ശ്രീജിത്തിന്റെ ഓഡിയോ ഒക്കെ തന്നെ പുറത്തു വരികയും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് 2025 നവംബർ മാസം ഈ അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന DYSP ആയിരുന്ന റഹീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് പാലത്തായിലെ പത്മരാജൻ മാഷിന്റെ കേസിൽ അതിൽ പോക്സോ ചുമത്താൻ തക്ക വിധത്തിലുള്ള ഒരു തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു റഹീമിന്റെ പോസ്റ്റ്. അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷമാണ് അത്തരൊരു പോസ്റ്റ് പങ്കുവെച്ചത്. അതൊക്കെ തന്നെ വ്യക്തമാകുന്നത് കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴൊന്നും തന്നെ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ 2 തവണയും അന്വേഷണ സംഘം അത്തരത്തിലുള്ള ഒരു ക്ലീൻ ചീറ്റ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പോലും അത് അംഗീകരിക്കാനായിട്ട് ഈ ഗൂഢസംഘത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഗൂഢസംഘത്തിന് സ്വാധീനമുള്ള രാഷ്ട്രീയ നേതൃത്വം അത് വകവെച്ചില്ല. പിന്നീട് ഈ CPM ദയവായി തുടരൂ. പാലത്തായി കേസിൽ പത്മരാജൻ മാസ്റ്റർ നേരിട്ടത് സമാനതകളില്ലാത്ത വേട്ടയാടൽ ആണ്. CA അനുകൂല പ്രചരണമാണ് മാസ്റ്റർക്കെതിരായ ചരട് വലിക്ക് കാരണമായത്. പത്മരാജനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് CPM-ന്റെ കൗൺസിലറാണ്. ചുക്കാൻ പിടിച്ചവരിൽ ചില മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു.